കേരളത്തിൽ നിന്നും പ്രത്യേക പ്രതിനിധി, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത കേരള ഹൗസിൽ വെറുതെ ഇരിക്കുന്ന ഒരു പദവി കൊടുത്തിരുന്നത് എ സമ്പത്തിനായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് KV തോമസിന് കൊടുത്തത്. എ സമ്പത്തിന് ലഭിച്ച അധിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നോക്കിയാൽ അത് ലക്ഷങ്ങളും പിന്നീട് അത് പെറ്റുപെരുകി കോടികളുമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ KV തോമസിന്, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം 30 ലക്ഷത്തിലധികം രൂപ KV തോമസ് എന്തിനാണ്, പുഴുങ്ങി തിന്നാനാണോ എന്ന് ജി സുധാകരൻ ചോദിച്ചു. ഇപ്പോൾ ജി സുധാകരനെതിരെ സൈബർ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് CPIM രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് സൈബർ ഇടങ്ങളിലെല്ലാം ജി സുധാകരനെതിരെ ഏറ്റവും മോശമായ രീതിയിൽ, ഏറ്റവും മോശമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ CPIMൻ്റെ സഖാക്കൾ അഴിഞ്ഞാടുന്നത് എന്ന് വളരെ വ്യക്തം. CPIMൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി M നാസർ അടക്കമുള്ളവർ വാസ്തവത്തിൽ ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ജി സുധാകരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല എന്നാണ് M നാസർ പറയുന്നത്. SDPIയുമായി രഹസ്യ ബാന്ധവുമുള്ള M നാസറും AM ആരിഫും H സലാമും അടക്കമുള്ളവരാണ് ജി സുധാകരന് മൊറാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ കൃത്യമായും കായംകുളം MLA ആയ അഡ്വക്കേറ്റ് U പ്രതിഭ പറഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴയിലെ CPIMൽ കൃത്യമായും വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ട് SDPIയുടെ നുഴഞ്ഞുകയറ്റമുണ്ട്. അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചത് ആദ്യം ജി സുധാകരൻ, തോമസ് ഐസക്കൻ തന്നെയായിരുന്നു. അവരെ പരമാവധി ഒതുക്കിക്കൊണ്ടാണ് ആലപ്പുഴയിൽ വലിയ തോതിൽ ഇവരുടെ അപ്രമാദിത്വം ഉണ്ടായത്. ആലപ്പുഴയിൽ കക്ഷി തിരിഞ്ഞ് വലിയ തോതിൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തമ്മിലടി അതിരൂക്ഷമായിരുന്നു. ഇപ്പോൾ വീണ്ടും കോമാളിയായി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് MV ഗോവിന്ദനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ CPIM തകർന്നിട്ട് കുറേ നാളുകളായി. മാത്രമല്ല CPIMൻ്റെ കേരളത്തിൽ ഇനി വേരോട്ടമില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പുന്നപ്പറ വയലാർ സമരഭൂമിയിൽ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിക്കുമോ എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിലാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ നിരവധിയായ മുനിസിപ്പാലിറ്റികളിലും പ്രശ്നങ്ങൾ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതിന് കാരണമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPIM കായംകുളത്തും ഹരിപ്പാടും ഒക്കെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് കൃത്യമായും അവിടെ CPIM പ്രവർത്തകർ പ്രവർത്തിക്കാത്തത് കൊണ്ടാണെന്നാണ് M നാസർ പറഞ്ഞത്. എന്നാൽ അതിനെതിരെ U പ്രതിഭ തുറന്നടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും കൃത്യമായും SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയെയൊക്കെ CPIM ചിഹ്നത്തിൽ നിർത്തിയാൽ ഇതിനപ്പുറവും സംഭവിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.